നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിൽ മണിക്കൂറുകൾക്കിടെ വീണ്ടും ഭൂചലനം. ഇന്ന് രാവിലെ 6:36 ഭൂചലനം അനുഭവപ്പെട്ടത്. കിഷ്ത്വാർ മേഖലയിൽ 3.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ഭൂമിക്കടിയിൽ 5 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. തിങ്കളാഴ്ച വൈകിട്ടും സമാനമായ രീതിയിൽ ജമ്മു കാശ്മീരിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ലഡാക്ക് മേഖലയെയാണ് കുലുക്കിയത്. ഇന്നലെ രാത്രി 9:35 ഭൂചലനം അനുഭവപ്പെട്ടത് എന്നാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയുടെ വിശദീകരണം. ഭൂമിക്കടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനം. ഭൂകമ്പത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മു കാശ്മീർ സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജമ്മു കാശ്മീരിൽ സുരക്ഷ ശക്തിപ്പെടുത്തി. പോലീസും അർദ്ധസൈനിക വിഭാഗവും വാഹന പരിശോധന നടത്തി സുരക്ഷ വിലയിരുത്തി. വിദ്യാഭ്യാസം, റെയിൽവേ, വ്യോമയാനം, റോഡ് മേഖലകൾ ഉൾപ്പെടെ 30,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 2ാം തവണ പ്രധാനമന്ത്രിയായ ശേഷം ഇത് 2ാം വട്ടമാണ് പ്രധാനമന്ത്രി ജമ്മുവിലെത്തുന്നത്. വികസിത് ഭാരത് അതുപോലെ വികസിത് ജമ്മു പരിപാടിയുടെ ഭാഗമായി ജമ്മു കാശ്മീരിൽ പുതിയതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട 1500ഓളം സർക്കാർ ജീവനക്കാർക്കുള്ള നിയമന കത്തുകൾ അദ്ദേഹം വിതരണം ചെയ്യും. കൂടാതെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. മോദി ഉദ്ഘാടനം ചെയ്യുന്ന റെയിൽവേ പദ്ധതികളിൽ ബനിഹാൽ, ഖാരി, സംബർ, സംഗൽധാൻ, പുതുതായി വൈദ്യുതീകരിച്ച ബാരാമുള്ള, ശ്രീനഗർ, ബനിഹാൽ അതുപോലെ സംഗൽധാൻ സെക്ഷൻ എന്നിവ ഉൾപ്പെടുന്നു. താഴ്വരയിലെ ആദ്യ ഇലക്ട്രിക് ട്രെയിനും സംഗൽധാൻ ബാരാമുള്ള സ്റ്റേഷനുകൾക്കിടയിലുള്ള ട്രെയിൻ സർവീസും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗത തുരങ്കം അതായത് T50 ഖാരിക്കും സംബറിനും ഇടയിലുള്ള ഭാഗത്താണ്. റെയിൽവേ പദ്ധതികൾ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പാക്കുകയും മേഖലയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. രാജ്യത്തുടനീളമുള്ള വിദ്യാഭ്യാസ, നൈപുണ്യ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പിൽ ഏകദേശം 13,375 കോടി രൂപയുടെ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും മോദി നിർവഹിക്കുമെന്ന പ്രസ്താവനയിൽ പറയുന്നു. IIT ഭിലായ്, IIT തിരുപ്പതി, IIT ജമ്മു, IIT DM കാഞ്ചീപുരം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള പയനിയർ നൈപുണ്യ പരിശീലന സ്ഥാപനം ദേവപ്രയാഗ്, അഗർത്തല എന്നിവിടങ്ങളിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ ക്യാമ്പസുകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.